പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നയന ടാക്സിയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദർശ് ഇങ്ങനെ വീൽ ചെയറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് നയനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും വേണ്ട, ടാക്സി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും ആദർശമായിട്ടും വണ്ടി എടുക്കേണ്ട, അത്രയ്ക്ക് ഇതൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും കൂടെ കാറിലേക്ക് അങ്ങ് കയറുന്നുണ്ട്. അവർ പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ആദർശിനോട് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്നൊരു ദിവസം കൂടെ അവിടെ കിടക്കായിരുന്നില്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിലെ സ്മെല്ല് ഇഷ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇപ്പോൾ എന്തായാലും ഓക്സിജൻ ലെവലൊക്കെ നോർമൽ ആയല്ലോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നന്നായിട്ട് ഓക്സിജൻ ലെവൽ താന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ നയന പറയുമ്പോൾ, എന്തിനാ പേടിക്കുന്നത്, നിൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനല്ലേ, അപ്പോൾ അങ്ങനെ എനിക്ക് അപകടം സംഭവിക്കുമ്പോൾ നീ സന്തോഷിക്കില്ല വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ രാത്രി ഇത്ര റിസ്ക് എടുക്കേണ്ടിയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സങ്കടത്തോടുകൂടി. പിന്നീട് തിരിച്ചാണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, നിൻ്റെ സ്വഭാവമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അതെന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ആദർശ് ഇങ്ങനെ നയനയോട് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവിനെ അറിയാം, A to Z അറിയാമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കപ്പോൾ നിന്നെയാണോ മനസ്സിലാവാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ചിലരിങ്ങനെ മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ഇതാക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് അവരിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ നീ കല്യാണിയുടെ അടുത്ത കൂട്ടുകാരിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ എന്താ, അതൊക്കെ അറിയാലോ, അതൊക്കെ എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ ഇടയ്ക്ക് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിക്കും, പരിസരം മറന്ന്, അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് കല്യാണിയാണെങ്കിലും ഇങ്ങനെ കിരണിന് വേണ്ടി മരിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് പറയും. ആ സമയത്ത് ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ ഞാൻ അങ്ങനെയല്ലല്ലോ എന്ന് പറയണം. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും അറിയില്ല, എന്നാലും ഇങ്ങനെ എന്നെ ഒരുപാട് ഇങ്ങനെ വെറുക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ നയന പറയുക ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ ആദർശം ഇങ്ങനെ ഭയങ്കര ഒരു സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദർശാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ഇവളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളൊരു ചിന്ത ആദർശനും ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ആദർശാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നയനിനോട്, നിനക്ക് വിശക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടാണല്ലോ കിടന്നത്, ആദർശേട്ടന് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ ആദർശാണെങ്കിലും. അപ്പോൾ എന്തായാലും പിന്നീട് ഞാൻ വീട്ടിലെത്തിയിട്ട് എന്ത് വേണേലും ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ സമയം എത്രയായിന്ന് നിനക്കറിയോ, നമുക്ക് ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, അവിടെ പോയി കഴിക്കാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നൊന്നും കഴിച്ച് ശീലമില്ലാത്ത ആളല്ലേ, അപ്പോൾ എന്നിട്ട് വേണം വേറെ അസുഖം ഉണ്ടാവാൻ, ഞാൻ വീട്ടിലെത്തിയിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയണം. അപ്പോഴേക്കും അവരിങ്ങനെ സംസാരിച്ച് വീടെത്തുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ സെക്യൂരിറ്റിയും പറയുന്നുണ്ടായിരുന്നു, ഞാൻ പേടിച്ചു പോയിന്ന്. പിന്നീട് അവർ വീടെത്തി വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണെങ്കിലും ആദർശിനോട് നയനിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് നയന പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാമെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ സമയം പാതിരാത്രിയായി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ, എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം, ഒരു ബ്രെഡ് ഓംലെറ്റെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് ആദർശേട്ടനെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് നയനയാണെങ്കിലും ഓംലെറ്റും ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം, ആദർശേട്ടൻ അവിടെ പോയിരിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശാണെങ്കിലും അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശനാണെങ്കിലും നയനെ കുറിച്ച് കൊടുത്തിട്ട് ഭയങ്കര സങ്കടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ടേബിളിൽ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. നയന ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴേക്കും. അപ്പോൾ ആദർശേട്ടൻ ഉറങ്ങിയോ പാവെന്നൊക്കെ ഇങ്ങനെ നയനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെന്ന് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കഴിക്കാൻ, അല്ലെങ്കിൽ നാളെ തല പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നയനിയാണെങ്കിലും ഞാൻ മുറിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും നല്ല സ്നേഹത്തോടു കൂടിയൊക്കെ നയനേനെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നയനേനോട് ഇങ്ങനെ നീ കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ കഴിക്കുമെന്ന് പറയണം. അപ്പോൾ ആദർശ് പിന്നീട് ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നൊന്നുമില്ല, ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി സ്നേഹം തന്നാൽ മതി, അപ്പോൾ എൻ്റെ വിശപ്പൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് പിന്നീട് നയനിങ്ങനെ ആദർശിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ കടമകൾ ചെയ്യുന്നൊക്കെ ഇങ്ങനെ നയന് പറയാണ് കേട്ടോ. പിന്നീട് ആദർശിനോട് കുറച്ചുകൂടി കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദർശേട്ടൻ ബാക്കി വെച്ചത് ഇനി ഞാൻ കഴിക്കുക, വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നയന അതെടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ഒരു മിനിറ്റ് അവിടെ ഇരിക്കുകയും ഞാനിപ്പോൾ അത് കഴുകി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാണ് കേട്ടോ.
പിന്നീട് കഴിക്കൊക്കെ വെച്ച് വന്നിട്ട് ആദർശിനെ കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. റൂമിലേക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ആദർശിനെ കൊണ്ടുവന്നത് നൈനിയാണെങ്കിലും. പിന്നീട് ഇങ്ങനെ ബെഡിൽ തലയിണയൊക്കെ ശരിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ആദർശ് കിടക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിലും. അപ്പോൾ ആ സമയത്ത് നൈനിനോട് ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നീ ചെയ്തത് വലിയൊരു കാര്യമാണ്, ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ റിസ്ക് എടുത്തൊന്നും ഇതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നൈനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നിടത്തോളം കാലം എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ആദർശേട്ടന് എന്തെങ്കിലും പറ്റുള്ളൂ, ആദർശേട്ടന് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ എൻ്റെ ജീവൻ കൊടുത്ത് ഞാനത് തടയാൻ ശ്രമിക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നൈനി അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നന്ദിയും കടപ്പാടൊക്കെ പിന്നെ പറയാം, ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയല്ലാതെ പിന്നെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ ഇങ്ങനെ പുതപ്പൊക്കെ എടുത്ത് പുതച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നൈനി അങ്ങ് തിരിയുന്ന സമയത്ത് ആദർശാണെങ്കിലും ഇങ്ങനെ നൈനിയുടെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബെഡിലേക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുമെന്ന് പറയാണ്. നൈനിയോടും കിടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദർശ് അത് പറയുന്ന സമയത്ത് നൈനിയാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് തന്നെ ബെഡിലിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആദർശിൻ്റെ തലയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തലോടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും അങ്ങ് കണ്ണടയ്ക്കുന്നുണ്ട് കേട്ടോ, ക്ഷീണം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നൈനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ നടന്നു, എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആളലുണ്ടായപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ആർക്കോ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന്, ഇനി അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്കൊന്നും വിളിക്കേണ്ടെന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നൈനിയാണെങ്കിലും അവിടെ ആദർശിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. പെട്ടെന്ന് ആദർശ് എണീറ്റ് നോക്കുന്ന സമയത്ത്, കണ്ണ് തുറക്കുന്ന സമയത്ത് നൈനിയാണെങ്കിലും അവിടെ ഇരുന്ന് ഉറങ്ങുമായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്തായത്, ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ, അപ്പോൾ നിനക്ക് ഇവിടെ ബെഡിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ബെഡ് വാങ്ങിച്ച് തന്നിട്ടില്ലേ, അതിൽ കിടന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ ആദർശേട്ടൻ്റെ കാര്യം നോക്കണ്ട, ആദർശേട്ടൻ ഉറങ്ങിക്കോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് അങ്ങ് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. നൈനിയാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ഗോവിന്ദനും കനകയാണെങ്കിൽ സ്റ്റേഷനിൽ ഇങ്ങനെ പോയിട്ടൊന്നുമില്ല. നന്ദു ആണെങ്കിലും ഇങ്ങനെ ലോക്കപ്പിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും പുറത്താണ്. ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. കനകയാണെങ്കിലും ഗോവിന്ദൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ആദർശം നൈനയൊക്കെ എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ നൈനയാണെങ്കിലും ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ സാരിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹോൺ അടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ പോയവരൊക്കെ തിരിച്ചു വന്നു എന്നാണ് തോന്നുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശമായിട്ട് അറസ്റ്റ് എടുത്തോ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നൈനയാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരികയാണ്. ആദർശാണെങ്കിലും നൈന അങ്ങ് റൂമിൽ നിന്ന് പോകുന്ന സമയത്ത് ബെഡിൽ കയറി അങ്ങ് കിടക്കുന്നുണ്ട് കേട്ടോ. നൈന താഴേക്ക് വന്ന് ഡോറൊക്കെ തുറക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.